നമസ്കാരം. കാന്തപുരം മുസ്ലിയാർക്ക് ശേഷം മറ്റൊരു മുസ്ലിം മതമേധാവിയും കൂടി നമ്മുടെ നാട്ടിലെ സമാധാനക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും പ്രത്യക്ഷത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ്. പുള്ളി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ പേര് ഞാനൊന്ന് നോക്കിക്കോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പേര് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള അറബിയോ പേർഷ്യനോ അതിൻ്റെ ഒരു സങ്കലനമായിട്ടുള്ള പേരുകളോ ഒക്കെ ആയിട്ടുള്ള ഒരു പേരാണ്. അതുകൊണ്ട് ക്ഷമിക്കണം, അത് ഭാഷാപരമായിട്ടുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ടാണെന്ന് കരുതിയാൽ മതി. അദ്ദേഹത്തിൻ്റെ പേര് സയ്യദ് സാദത്തുള്ള ഹുസൈനി. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അഖിലേന്ത്യ അമീറാണ്. സയ്യദ് സാദത്തുള്ള ഹുസൈനി. സാദത്തുള്ള ഹുസൈനി എന്നോ അല്ലെങ്കിൽ ഹുസൈനി എന്നോ ശ്രീ ഹുസൈനി എന്നോ മുന്നോട്ട് അദ്ദേഹത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിൽ മുസ്ലിങ്ങൾ പൂർണ്ണ സുരക്ഷിതരാണ്. അത്തരമൊരു സമാധാന സാഹചര്യം ഒരുക്കിയതിന് അള്ളാഹുവിനോട് നന്ദി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമാധാന സാഹചര്യം ഇപ്പോൾ ഒരുക്കിയത് അള്ളാഹു ആണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും. പക്ഷേ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ നന്ദി ചെന്ന് നിൽക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 12 വർഷങ്ങളായി അതിൻ്റെ ഒരു കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ സാദത്തുള്ള ഹുസൈനി പറഞ്ഞതുപോലെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഭാരതത്തിൽ പൊതുവേ നിലനിൽക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, ഭാരതത്തിൽ അതും നരേന്ദ്രമോദിയെ മാത്രം പ്രകീർത്തിച്ചിട്ട് കാര്യമില്ല. ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഒരു സഹിഷ്ണുതയും കൂടി ഒന്ന് ചിന്തിക്കണം. അതിന് ഒരു ഹിന്ദുക്കളുടെ സഹിഷ്ണുതയ്ക്ക് കൂടി അതിൻ്റെ ഒരു ക്രെഡിറ്റ് നൽകണം. ആലോചിച്ച് നോക്കൂ, പെഹൽഗാമിലെ പോലൊരു സംഭവം മറ്റേതെങ്കിലും രാജ്യത്ത് നടന്നിരുന്നെങ്കിൽ പാൻഡൂരി മതം ഉറപ്പാക്കിയതിന് ശേഷം, മുസ്ലിം അല്ല എന്നുറപ്പാക്കിയതിന് ശേഷം, കലിമ ചൊല്ലുവാൻ അറിയില്ല എന്നുറപ്പാക്കിയതിന് ശേഷം വെടിവെച്ച് കൊല്ലുന്ന മതഭീകരവാദികളുടെ, ഇസ്ലാമിക ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടമോ മറ്റേതെങ്കിലും രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ആ രാജ്യത്താകമാനം മുസ്ലിങ്ങൾക്കെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടേനെ. ഭാരതത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് നരേന്ദ്രമോദിയുടെ ഭരണ മികവ് തന്നെയാണ്. വീണ്ടും മോദി സ്തുതി എന്ന് നിങ്ങൾക്ക് കരുതിയാലും കുഴപ്പമില്ല. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് കേൾക്കുമ്പോൾ വസ്തുതാപരമായി ഇതിനെ എതിർക്കുവാൻ സാധിക്കാതെ ഉള്ളിൽ പുകഞ്ഞു നീറി വിഷമിക്കുന്ന ചിലരെ കാണുന്നത് ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അത് പറയുന്നത് ഞാൻ മാത്രമല്ല ഇപ്പോൾ പറയുന്നത്. കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു, അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, സാദത്തുള്ള ഹുസൈനി ജമാഅത്തെ ഹിന്ദിൻ്റെ അഖിലേന്ത്യ അമീർ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ മതനേതാക്കൾ ഇപ്പോൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ മുമ്പിൽ കണ്ടാണ് എന്നുള്ള പതിവ് ആരോപണവുമായി ആളുകൾ എത്തിയേക്കാം. പക്ഷേ ഈ ഇലക്ഷൻ മുൻപിൽ കണ്ട് ഇവരിത്തരത്തിലൊരു പ്രകീർത്തനം നരേന്ദ്രമോദിയെക്കുറിച്ച് നടത്തിയാൽ അവർക്കെന്തായാലും ബി ജെ പി നിപിൻജിയെ മാറ്റിയിട്ട് BJPയുടെ ദേശീയ അധ്യക്ഷനോ അല്ലെങ്കിൽ ഹിമന്ത് ബിശ്വയെ മാറ്റിയിട്ട് ആസാമിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയോ ആക്കുവാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത്? കാരണം ഇത് സത്യസന്ധമായ കാര്യം ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ഇടയ്ക്കിടെ ഇങ്ങനെ സത്യം പറഞ്ഞില്ലെങ്കിൽ മനസാക്ഷി മൊത്തമായിട്ട് ഇരുളടഞ്ഞു പോകും എന്നുള്ള ഭയം ഇവരിൽ ചിലരെങ്കിലും നിലകൊള്ളുന്നത് കൊണ്ടാണ് ഇവർ ഇടയ്ക്കിടെ ഇങ്ങനൊരു സത്യം വിളിച്ച് പറയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് പൊതുവെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സാദത്തുള്ള ഹുസൈനിയും മറ്റ് പലരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ കേരളത്തിലാകെ ഒരു അസ്വസ്ഥത പടരുന്നുണ്ട് എന്നുള്ളതും രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ അതെ കൈയടിച്ച് സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. പിണറായി വിജയൻ ഉടനെ പറയാൻ പോകുന്നത് എന്നാലും സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ ഞാൻ കുത്തിക്കൊലപ്പെടുത്തിയ ജുനൈദിന് ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, ഞാനാണ് ആ സമാധാനത്തിന് കാരണം, അത് എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ബീഫിൻ്റെ പേരിലുള്ള തർക്കത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ ഞാൻ ശ്രമിച്ചില്ലേ എന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെങ്കിലും തോന്നിയാൽ നമുക്ക് കുറ്റം പറയുവാൻ സാധിക്കില്ല. VD സതീശനെ പോലുള്ളവരാണെങ്കിൽ മൊത്തത്തിൽ ഞങ്ങളുടെ രാഹുൽ ഗാന്ധി അങ്ങനെയല്ലല്ലോ പറയുന്നത്, വ്യാജഗാന്ധി കുടുംബം അംഗീകരിക്കാതെ ഞങ്ങൾ ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ടെന്ന് സമ്മതിച്ചു തരികയേയില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുവാൻ നിർബന്ധിതനാകും. കാരണം വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ നിലപാട് ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു സമാധാനവും ഇല്ല എന്നുള്ളതായതുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വസ്തുതാപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, വസ്തുതാപരമല്ലാത്ത ചിലരുടെ ഭാവനയിൽ വിരിയുന്ന ഏറെക്കാലം 2014 മുൻപ് ഏതാണ്ടൊരു 50 വർഷങ്ങൾക്ക് മേലെ ഉള്ള കാലഘട്ടത്തിൽ വിജയകരമായി അവർ പരീക്ഷിച്ച് വിജയിച്ച ഈ ഭാവനയിൽ വിരിയുന്ന ചില കുത്തിത്തിരിപ്പുകൾ കൊണ്ട് ഒരു സമൂഹത്തെ വിഘടിപ്പിച്ച് നിർത്തുക എന്നുള്ളൊരു വിജയകരമായ തന്ത്രം 2014 മുതൽ പരാജയപ്പെട്ടതിൻ്റെ ഒരു അസ്വസ്ഥത
നിലനിൽക്കുന്ന ഒരു കൂട്ടം വ്യാജ ഗാന്ധി കുടുംബം താൽക്കാലികമായി നേതൃത്വം വഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു പിണിയാളുകളായി നിന്ന് നേതൃത്വം വഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുമുണ്ട്. പക്ഷെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പുറത്തെ വിഭാഗത്തിൻ്റെ ഒപ്പം പിണിയാളുകളായി പ്രവർത്തിക്കേണ്ടി വന്നിരുന്ന പലരും, അത് മതനേതാക്കളുടെ കാര്യം തന്നെയാണ് പറയുന്നത്, അവരിപ്പോൾ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അവർക്ക് നേരത്തെ സത്യാവസ്ഥ അറിയില്ലായിരുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കൃത്യമായിട്ട് അവർക്കറിയാമായിരുന്നു. പക്ഷേ അവർ പലപ്പോഴും അത് തുറന്നു പറയുവാൻ വിസമ്മതിച്ചിരുന്നു 2014 മുതൽ ഒരു നീണ്ട കാലഘട്ടം വരെ. കാരണം 12 വർഷങ്ങളെടുത്തു ഈ ഒരു സത്യം തുറന്നു പറയുവാനായിട്ട്. എന്നാലും വൈകിയ വേളയിലെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള ഒരു സാങ്കത്യം വെച്ച്, അല്ലെങ്കിൽ ആ ഒരു പഴഞ്ചൊല്ല് വെച്ച്, ഇതിനെ എന്തായാലും ഞാൻ കൈയടിച്ച് സ്വീകരിക്കുന്നു. നിങ്ങൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് അറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. കമൻറ്റുകളിൽ അത് രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അസ്വസ്ഥത ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്നവർ, പുകച്ചിലും എരിച്ചിലുമൊക്കെ അനുഭവപ്പെടുന്നവർ, അതും കമൻറ്റുകളിലൂടെ എന്തായാലും ഞാൻ പറഞ്ഞില്ലെങ്കിലും അത് പ്രകടിപ്പിക്കുമെന്നറിയാം, പ്രകടിപ്പിച്ചുകൊള്ളുക. അതും പറഞ്ഞല്ലോ, ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. ഇത് ഒരു എൻ്റർടൈൻമെൻറ്റില്ലേ, കാണുന്ന ഒരു രസമാണ്. കാരണം വിജയങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഭാരതം ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ജയിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത് പാകിസ്ഥാനികളുടെ അസ്വസ്ഥത കാണുമ്പോഴാണ്. അതെന്ത് ചെയ്യുക, അതൊരു ചീപ്പ് ത്രില്ലാണ്. പക്ഷേ മനുഷ്യരല്ലേ, ആ ഒരു ത്രില്ല് അനുഭവിക്കുന്നതിൻ്റെ സുഖം അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. കണ്ടിന്യൂ ഇൻ ദ കമൻസ്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.